തീർച്ചയായിട്ടും. കാര്യം നമ്മളുടെ നാട്ടിലെ നമ്മുടെ ചെറുപ്പക്കാര് ഓരോ ദിവസവും 3-4 പേര് റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരിക്കുകയാണ്. സമൂഹം ഉണരണം. ഇത്തരം കുട്ടികളെ, ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കാനായിട്ട് പല സംവിധാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന് വെച്ചാൽ യുവജന സംഘടനകൾ. പിന്നെ പള്ളികൾ, അവിടെ സൺഡേക്കൊക്കെ സർവീസിന് പോകുമ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഒന്ന് റോഡ് സുരക്ഷയെ പറ്റി 5 മിനിറ്റ് സംസാരിച്ചാൽ ഈ കുട്ടികൾക്ക് ഒരു അല്പം ബോധം ഉണ്ടാവും. അല്ലാതെ ഈ കുട്ടികളെ നമുക്ക് നേരെയാക്കാൻ ഒരു വഴിയില്ല. കാര്യം അവരുടെ കയ്യിലിരിക്കുന്ന വാഹനത്തിന്റെ അമിതമായ കുതിരശക്തിയും വേഗതയും അവർക്ക് വേണ്ടത്ര സുരക്ഷാ ബോധം ഇല്ലാത്തത് കൊണ്ട് ആരെയും ഓവർടേക്ക് ചെയ്യും, ഏത് ബസ്സിനെയും ഓവർടേക്ക് ചെയ്യും, മുൻവശത്തുനിന്ന് ഏത് വണ്ടി വരുന്നു എന്ന് പോലും അവർ നോക്കില്ല. അവർക്ക് ഒരു ലക്ഷ്യം, സ്പീഡ് മാത്രം. ആ സ്പീഡ് അവർ എൻജോയ് ചെയ്ത് പോകുമ്പോൾ അവരുടെ മരണത്തിലേക്കാണ് കലാശിക്കുന്നത്. ഇത്രത്തോളം അപകടങ്ങൾ ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു മതസംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവജന സംഘടനകൾ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ ഈ കൂട്ടരെ ഒന്ന് ബോധവൽക്കരിക്കാനായിട്ട്? അതാണ് നമ്മുടെ ഒരു വലിയ പരാജയമാണ്. ഇപ്പോ ഈ ചെറുപ്പക്കാരൻ ജിനു എബ്രഹാം എന്ന് പറഞ്ഞ പയ്യൻ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് പോയത്. അപ്പോ അല്പനേരത്തെ അശ്രദ്ധയും അഹങ്കാരവും മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കാനുള്ള അറിവില്ലായ്മയും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായത്. ഞാൻ അതീവമായിട്ട് ദുഃഖിക്കുന്നുണ്ട്. എല്ലാ ചെറുപ്പക്കാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ റോഡിന്റെ ഇടതുവശം ചേർന്ന് പോവുക. ഒരിക്കലും ഇത്തരം മല്ലപ്പള്ളി തിരുവല്ല റോഡായാലും തിരുവല്ല എടത്തുവ റോഡായാലും അങ്ങനെയുള്ളതെല്ലാം നാരോ റോഡ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെയാണ് വെണ്ണിക്കുളം തൊട്ട് റാന്നി വരെയുള്ള റോഡുകളെല്ലാം നാരോ റോഡ്സ് ആവുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പോയാൽ മാത്രമേ എന്നുള്ള ആക്സിഡന്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങളുടെ അമിതമായ വേഗതയും റെക്ലെസ് ആയിട്ടുള്ള ഓവർടേക്കിംഗ് നിർത്തിയേ മതിയാവൂ. അതേപോലെ തന്നെയാണ് സർ, ഈ തീർത്ഥാടനത്തിൻ്റെ സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ അത് ഒരുപാടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാനിലുണ്ടാകുന്ന അപകടം, വാനിൽ ചെന്ന് ഇടിക്കുന്നു, അതേപോലെ തന്നെ വാനിൽ വന്ന് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുന്നു, അങ്ങനത്തെ ഒരു അപകടം. ഈ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം രാവിലെയുള്ള യാത്രകളാണ്, പല യാത്രകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ പാലിക്കേണ്ട കുറച്ച് സുരക്ഷാ മുൻകരുതലുകളുണ്ട്. വാഹനങ്ങളടക്കം സെലക്ട് ചെയ്യുന്നതിലടക്കം ചില ശ്രദ്ധ പാലിക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു ലോങ് ട്രാവൽ നടത്തുമ്പോൾ, അതിപ്പോ ശബരിമല സീസൺ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, അവര് ഫിസിക്കലി ഫിറ്റ് ആണോ? രാത്രി മുഴുവൻ ഉറക്ക വിളച്ച് വണ്ടി ഓടിക്കുമ്പോൾ പുലർകാലത്ത് അവർക്ക് ഉറക്കക്ഷീണം വരും, തനിയെ കണ്ണ് മയങ്ങിപ്പോവും. അതിനു മുമ്പായിട്ട് എവിടെങ്കിലും ഒന്ന് നിർത്തി ഫ്രഷായി അല്പം കട്ടൻ കാപ്പി എന്തെങ്കിലും കുടിച്ച് വീണ്ടും ജേർണി തുടർന്നു കഴിഞ്ഞാൽ ഈ അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പോലീസിന്റെ സഹായത്തോടെ പല ജില്ലകളിലും ഈ ശബരിമല സീസൺ സമയത്ത് കട്ടൻ കാപ്പി വിതരണം ചെയ്യുമായിരുന്നു. അപ്പൊ അവരോട് കുശലം ചോദിക്കും, അവര് സന്തോഷമായിട്ട് റോഡ് സേഫ്റ്റിയെ പറ്റിയുള്ള വാക്കുകൾ കേൾക്കും, പോകും. പിന്നെ വാഹനങ്ങളുടെ കണ്ടീഷനാണ് ഇത്. പലപ്പോഴും ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലങ്കാന അല്ലെങ്കിൽ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ 11-ാം മണിക്കാണ് തട്ടിക്കൂട്ടി എല്ലാം പിടിപ്പിച്ച് ഇനി വിടുന്നത്. അങ്ങനല്ല, ഈ വണ്ടി ശരിക്കും ചെക്ക് ചെയ്യണം. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് വരാനുള്ള റോഡ് വർത്തി കണ്ടീഷനിലാണോ വാഹനം എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഡ്രൈവറുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അയാള് തലേ ദിവസം ഏതൊക്കെ വണ്ടിയിൽ ഓടിയിരുന്നു, ഉറക്കക്ഷീണം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ വണ്ടിയിൽ യാത്രക്കാർ കയറാൻ. അല്ലെങ്കിൽ നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേറെ വഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ നമുക്കറിയാം, ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ പലരും റേറ്റ് കുറച്ചൊക്കെ കൊടുക്കും. അതൊക്കെ പരമാവധി ഈ മോശം വാഹനങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഈ ചില ആളുകളൊക്കെ തന്നെ KSRTC ബസ്സുകളൊക്കെ തന്നെ വാടകയ്ക്ക് എടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിലേക്കുള്ള ഒരു യാത്ര അത് എത്രത്തോളം സുരക്ഷിതമാണ്? KSRTC പൊതുവെ നല്ല ഡ്രൈവർമാരാണ്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം, ഈ ഏത് വാഹനം നമ്മൾ വാടകയ്ക്ക് എടുത്താലും കോൺട്രാക്ട് ബേസിൽ എടുത്താലും അതിന്റെ ഇൻഷുറൻസ് പോളിസി നമ്മൾ ആരെങ്കിലും ഒരാള് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിന് വാലിഡ് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ? കാര്യം ഇൻഷുറൻസ് പോളിസി ഇല്ല എങ്കിൽ ഇൻ കേസ് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ യാത്രക്കാരന് ഇൻഷുറൻസ് പരിരക്ഷ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടില്ല. അത് KSRTC ആയാലും മറ്റ് ടെമ്പോ ട്രാവലർ വാൻ ആയാലും കാർ ആയാലും യാത്രക്കാരന്റെ ഒരു റൈറ്റ് ആണ്. ചേട്ടാ, ഇതിന് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ, ഞാനൊന്ന് നോക്കിക്കോട്ടെ.
പിന്നെ ഡ്രൈവറുടെ ലൈസൻസ് അപ്ഡേറ്റ് ആണോ? പലപ്പോഴും ഡ്രൈവർമാർ മറന്നുപോകും. അവരുടെ ലൈസൻസ് എക്സ്പയർ ആയ ലൈസൻസ് വെച്ചിട്ട് ഓടിക്കഴിഞ്ഞാലും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല. അപ്പൊ ഇത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊരു വണ്ടിയിലേക്ക് കയറി യാത്ര ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാര്യം നമ്മുടെ ജീവനാണ്, അതേപോലെ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരുടെ ജീവനുമാണ്. അത് രക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ കൊച്ചി ഇടപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ സ്വദേശികളാണ് ഇവിടെ മരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ യുവാക്കൾ വാഹനം ഓടിക്കുമ്പോൾ അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പല യുവാക്കളും ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും അല്ലെങ്കിൽ രാത്രി റൈഡ് എന്നൊക്കെ പറഞ്ഞ് പലരും പോകുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ തന്നെയും ചില ആളുകളൊക്കെ തന്നെയും ഈ മദ്യപിക്കുന്നതിൻ്റെ ഒരു രീതി വണ്ടിക്കകത്ത് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ കാറിലൊക്കെ തന്നെയും മദ്യപിക്കുന്നത്, ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് മദ്യപിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാം. ഇതൊക്കെ തന്നെയും യുവാക്കളാണ് ഈ പല അപകടത്തിലും പെടുന്നത്. ഇരുചക്ര വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതെ 4 വീലർ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെയും റേസിംഗ് നടത്തുന്നതിനൊക്കെ തന്നെയും പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് കൊച്ചി ഇടപ്പള്ളി സൈഡുകളിലൊക്കെ തന്നെ റേസിംഗ് നടത്തുന്നതൊക്കെ പലപ്പോഴും കാണുന്നതാണ്. ഇതൊക്കെ തന്നെയും യുവാക്കൾ ഈ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമല്ലേ? മേഘ, യു സെഡ് ദ റൈറ്റ് തിങ്. കാര്യം നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് പോലീസിന്റെ സർവീസ് കാണില്ല. പിന്നെയുള്ളത് കൺട്രോൾ റൂം വെഹിക്കിൾസ് ആണ്, CRV. അപ്പൊ സിറ്റിയിലെ CRV വെഹിക്കിൾസ് ഒക്കെ രാത്രിയിൽ അവർ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും, കള്ളന്മാരെ പിടിക്കാനും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പോലീസ് പ്രസൻസ് വളരെ കൂടുതലുള്ള ഒരു സിറ്റിയാണ് കൊച്ചി. അതുകൊണ്ടാണ് അവിടെ കൊലയും അല്ലെങ്കിൽ പിടിച്ചുപറിയും മോഷണവും ഒക്കെ തടയാൻ പറ്റുന്നത്. കാര്യം പോലീസ് എപ്പോഴും സജീവമായിട്ട് തന്നെ ഫീൽഡിലുണ്ട്. ഈ അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈവർ, ഈ മാരുതി സ്വിഫ്റ്റ് ഓടിച്ച ഡ്രൈവർ ഭയങ്കര സ്പീഡിൽ, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്പീഡിൽ, ആ റോഡ് എനിക്ക് നല്ല പരിചയമുള്ള റോഡാണ്, നല്ല സ്പീഡിൽ പോയിട്ട് അവിടെ ഒരു പോർട്ട് ഹോൾ ഉണ്ട്, അത് യു ടേൺ ചെയ്യുന്നിടത്ത് ഒരു പോർട്ട് ഹോൾ ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എനിക്കൊന്നൊരു 100 കിലോമീറ്റർ പ്ലസിൽ ആ വണ്ടി വന്നു കാണും. സിറ്റിയിലെ സ്പീഡ് ലിമിറ്റ് ആ പയ്യന്മാർക്ക് അറിയില്ല. സിറ്റിയിൽ 60 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് മൂലമാണ് ഈ കുഴിയിൽ വീഴാതെ വെട്ടിച്ചപ്പോൾ കാറിന്റെ ഇടതുഭാഗം ചെന്നിട്ട് പില്ലർമേ ഇടിച്ചു. പില്ലർ എന്ന് വെച്ചാൽ സോളിഡ് കോൺക്രീറ്റിന്റെ പില്ലറാണ്, അതിനൊരു ദയില്ല. എന്നിട്ട് ആ സൈഡിൽ ഇരുന്ന 2 പേരും മരിച്ചു, മറ്റു സൈഡിൽ ഇരുന്ന 2 പേർക്കും പരിക്ക് പറ്റി. പിന്നെ ചിലരൊക്കെ ചോദിച്ചു അതിന് എയർ ബാഗ് ഓപ്പൺ ആയില്ല. എയർ ബാഗ് സൈഡിൽ ഇടിച്ചാൽ എയർ ബാഗ് ഓപ്പൺ ആകില്ല. ഈ ഫ്രണ്ടൽ കൊളീഷൻ ഫ്രണ്ടിലാണ് ഇതിന്റെ എയർ ബാഗിന്റെ സെൻസേഴ്സ് ഇരിക്കുന്നത്. അപ്പോ ഫ്രണ്ടൽ കൊളീഷൻ വരുമ്പോൾ മാത്രമേ എയർ ബാഗ് ഓപ്പൺ ആകുള്ളൂ. ഈ വണ്ടിക്കൊക്കെ എയർ ബാഗ് ഉള്ളതാണ്, 2 എയർ ബാഗ് സ്വിഫ്റ്റിന് ഉണ്ട്. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ കൊച്ചിൻ മെട്രോയോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് സാർ, ബെഹ്റ സാറാണ് ഞങ്ങളുടെ DGP ആയിരുന്നു, അദ്ദേഹത്തോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ രാത്രി കാലത്ത് ഇത്തരം അപകടങ്ങൾ തടയാനായിട്ട് മെട്രോ പില്ലറുകളിൽ സ്പീഡ് ലിമിറ്റ് ബോർഡ് ഇലുമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. പിന്നെ ക്യാമറകൾ, മെട്രോയുടെ പ്രമിസസിലെല്ലാം ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിച്ചു, ആരാണ് കുറ്റക്കാരൻ, അതുകൂടാതെ കള്ളന്മാരെയും മറ്റാൾക്കാരെയും പിടിക്കാൻ ഈ ക്യാമറകൾ സാധിക്കും. അപ്പൊ സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡുകൾ ഇലുമിനേറ്റ്, അതായത് ബ്ലിങ്ക് ചെയ്ത് കാണുന്ന രീതിയിൽ അത് 60 കിലോമീറ്റർ ആണ് എന്നുള്ളത് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി റെഡ് കളർ ബ്ലിങ്കേഴ്സ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ തുക വരില്ല. പിന്നെ കൊച്ചി മെട്രോ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടാണ് പോകുന്നത്. ആ പില്ലറിനെ ഇടിച്ചുള്ള അപകടങ്ങൾ പലയിടത്തും 5, 8, 10 പേര് മരിച്ച അപകടങ്ങൾ കൊച്ചി സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തടയാനായിട്ട് ബഹുമാനപ്പെട്ട ബെഹ്റ സാർ ശ്രമിക്കണം. അദ്ദേഹത്തിന്റെ ഓഫീസർമാരോട് പറഞ്ഞിട്ട് ആരെങ്കിലും സ്പോൺസർ ചെയ്താലും മതി. നമുക്ക് സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് കൊച്ചി സിറ്റിയിൽ വേണം, അതേപോലെ തന്നെയാണ് ക്യാമറകളും വേണം. കാര്യം ഇത് ക്യാമറ കണ്ടെങ്കിലും ആരെങ്കിലും പേടിച്ച് പതുക്കെ പോകട്ടെ എന്നുള്ളതാണ് എന്റെ ആവശ്യം. പിന്നെ ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് KMR ആണ്, കൊച്ചി മെട്രോ ആണ്. ആ പോർട്ട് ഹോള് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ലെവലാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു.